പ്രൈസ് ദി ലോർഡ്. ഉച്ചകഴിഞ്ഞുള്ള സെക്ഷൻ ഏറ്റവും നല്ല സെക്ഷനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വചനം പഠിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സമയമാണ് ഉച്ചകഴിഞ്ഞുള്ള സമയം. പ്രൈസ് ദി ലോർഡ്. ആക്റ്റീവായിട്ടിരുന്നാൽ മതി. ആമേൻ. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ ചിലർക്കൊക്കെ ഉച്ചകഴിഞ്ഞൊന്നും ഇപ്പം ഒന്ന് മയങ്ങുന്ന ഒരു ശീലം കാണാം. അത് പൊതുവെ നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത്, അല്ലെ? ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ഒരു പരിചയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പരീക്ഷകളൊക്കെ ഉണ്ടാവാം. എങ്കിലും കർത്താവിന്റെ കൃപ നമുക്ക് അതിന് മീതയുമുണ്ട്. കാര്യങ്ങൾ ഉയർത്തി കർത്താവിന്റെ സ്തോത്രം. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങളുടെ കൂടെ കിട്ടിയ ഈ സമയം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. എല്ലാവരെയും ഒന്നും പരിചയപ്പെടാനൊന്നും പറ്റിയില്ല. ഇടയ്ക്ക് അല്പസമയമേ ഉള്ളൂ എന്നതുകൊണ്ട് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സമയമുണ്ട്, അല്ലെ? കാണാനും പരിചയപ്പെടാനൊക്കെ സമയമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ പ്രത്യേകിച്ച് നന്ദി പറയാണ് ഈ അവസരം തന്നതിന്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് അവസാന ഭാഗത്ത് കുട്ടികളെ, ടീനേജേഴ്സിനെ ഒക്കെ നമ്മൾ അധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ച് ടീനേജേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ ഗൗരവബോധമുള്ളവരായിരിക്കണം. നമുക്ക് കുട്ടികളെ കുറ്റം പറയാനായിട്ട് എളുപ്പമാണ്. ഞാൻ പലപ്പോഴും പല ദൈവദാസന്മാരും സ്റ്റേജിലൊക്കെ നിന്ന് കുട്ടികളെ ആക്ഷേപിക്കുന്ന തരത്തിലൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഇന്നത്തെ തലമുറ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിയാണ്, പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു വശം ശരിയാണെങ്കിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, എനിക്ക് വചന വെളിച്ചത്തിലും മനസ്സിലാകുന്നത് പറഞ്ഞാൽ നമ്മളവരെ ഒരിക്കലും ഇൻസൾട്ട് ചെയ്യരുത്, നമ്മൾ ഒരിക്കലും ആക്ഷേപിക്കരുത്. പകരം അവരായിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക, അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യത്തക്ക നിലയിൽ നാം അവരെ സജ്ജരാണ്. നമ്മൾ ദൈവദാസന്മാരുടെ ചുമതല തന്നെ എക്യൂപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ വെച്ചിരുന്നത്, അല്ലെ? നമ്മളെ സജ്ജരാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അവരെ നമ്മൾ സജ്ജരാക്കണം. ലോകത്തെ ജയിക്കാനായിട്ട്, പരീക്ഷകളെ ജയിക്കാനായിട്ട് നാം അവരെ സജ്ജരാക്കേണ്ടതായിട്ടാണ്. അല്ലാതെ അവർ തോറ്റുപോയി എന്ന് പറയാനല്ല, അല്ലെ അവരെ പരിഹസിക്കാനോ ആക്ഷേപിക്കാനോ അല്ല. നമ്മൾ അവരുടെ കൂടെ നിന്ന് അവരെ വിജയികളാക്കി തീർക്കണം. അതിനുവേണ്ടി നമുക്ക് അധികം പ്രാർത്ഥിക്കാൻ വേണ്ടി കഴിയും. ഇന്ന് ഈ ടീനേജേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നം അവരുടെ ഇടയിലുള്ള ആൻസൈറ്റീസ് ആണ്. ഉത്കണ്ഠകൾ അധികമായിട്ട് ഇന്നത്തെ ടീനേജേഴ്സിനുണ്ട് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. വളരെയധികം അവർക്ക് അവരുടെ ലൈഫിനെ സംബന്ധിച്ച ഉത്കണ്ഠകൾ അവർക്ക് ബാക്കി നിൽക്കുന്നു. നമുക്കറിയാം, ഈ ചിന്താകുലങ്ങൾ, ഉത്കണ്ഠകൾ, ഭാരങ്ങൾ, വിചാരങ്ങൾ, ഇതൊക്കെ മനുഷ്യ സഹജമായ കാര്യങ്ങളാണ്. ഇതെല്ലാം നമുക്ക് ഉള്ളതായിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചിന്താകുലങ്ങൾ വിട്ടുപോകുന്നില്ല, നമ്മൾ ശരിക്കും വിട്ടുപോകുന്നില്ല. നമ്മളെ ദൈവദാസന്മാരായി നമുക്കറിയാം, ചിന്താകുലങ്ങൾ നമ്മളെ വിട്ടുപോകുന്നില്ല. എന്നാൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത് നിന്റെ ഭാരം നിഗൂഢമേ വെച്ചുകൊള്ളാം. അപ്പോൾ നമുക്ക് ചുമക്കണ്ട, നമുക്ക് അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ വാസ്തവത്തിൽ ചിന്താകുലങ്ങളെ നമ്മൾ ജയിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്താകുലങ്ങളെ ട്രാൻസ്ഫർ ചെയ്യും. ദൈവത്തിന് അത് കൈമാറണം. ദൈവം അത് കൈകാര്യം ചെയ്യും എന്ന പൂർണ്ണ വിശ്വാസം ദൈവത്തിൽ നമുക്ക് ഉണ്ടായിരിക്കണം. അത് കൈമാറാൻ കഴിയും. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്ന പോലെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പക്ഷെ അതിന് മറുസൈഡുണ്ട്. എന്താ ചെയ്യേണ്ടത്? എന്തു ചെയ്യരുത്, എന്ത് ചെയ്യണം? വിചാരപ്പെടരുത്. എന്നാൽ എല്ലാറ്റിലും, നമ്മൾ വിചാരപ്പെടുന്ന എല്ലാറ്റിലും എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോടെ അറിയിക്കാം. നമ്മൾ അറിയിക്കണം. അപ്പോൾ കൈമാറ് നടക്കണം. നമ്മുടെ കൈ വയ്ക്കരുത്, അത് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്താൽ കർത്താവ് പറഞ്ഞു,
സകല ബുദ്ധിയും കവിയുന്ന സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവ് തരും. അപ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുക. അപ്പൊ ചിന്താകുലങ്ങൾ വന്നു, അത് അപ്പോൾ കഴിയാൻ. അപ്പോൾ അതുകൊണ്ട് നമുക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാര്യം തന്നെയാണ് നമ്മൾ മറ്റുള്ളവരോട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുകയും അതിൽ വിജയം കണ്ടെത്തുകയും ചെയ്തതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നത്, അങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസികളെ പഠിപ്പിക്കണം, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അവർക്ക് ഇന്ന് നമ്മൾ ഏറ്റവും അധികമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യം, യേശുവിനെ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കാണാനായിട്ട് നാം അവരെ പഠിപ്പിക്കും. യേശുവുമായിട്ട് അതുപോലെ ഒരു സഖിത്വം സാധ്യമാണ്, യേശുവുമായിട്ട് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് സാധ്യമാണ് എന്നുള്ള കാര്യം നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ഈ ആൻസൈറ്റീസ് ഒക്കെ മാറത്തു. ശരിക്കും അവർക്ക് അവരുടേതായ ഭാരങ്ങളെല്ലാം കൈമാറാൻ, അവരുടെ ഹൃദയത്തെ തുറന്നു വയ്ക്കാൻ, ഉള്ളതുള്ളതുപോലെ പറയാൻ അവർക്ക് ഒരു കൂട്ടുകാരനായി യേശു അവരുടെ കൂടെ ഉണ്ടെന്നുള്ളത് അവർ ശരിക്കും മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഒരു വെളിപ്പാട് ഒരാൾക്ക് കിട്ടിയാൽ ആ ആൾ അവരുടെ ലൈഫിനകത്ത് രക്ഷപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് അതെനിക്ക് തോന്നിയ ഒരു 5 വയസ്സിന് ശേഷം 8 വയസ്സിനൊക്കെ മുമ്പ് സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ അന്ന് പുറത്തു നിന്ന് ഈ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് നിന്ന് എനിക്ക് അതിനോടൊരു പ്രത്യേകത തോന്നി, കേൾക്കാൻ താല്പര്യം തോന്നി. ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. കേട്ടപ്പോ ദൈവം എൻ്റെ ഉള്ളിൽ 2 വെളിപ്പാടുകളാണ് കാണുന്നത് ആ പ്രായം. ഒന്നാമത്തെ വെളിപ്പാട് എനിക്ക് കിട്ടിയത് ദൈവം എൻ്റെ പിതാവാണെന്നുള്ള ഒരു ബോധ്യമുണ്ട്. ഈ ദൈവം ചില ബോധ്യങ്ങൾ തരുമ്പോൾ അത് ഈ കോൺക്രീറ്റ് ഉറപ്പിച്ച മാതിരിയാണ്, കണക്കില്ല. അതിനാണ് നമ്മൾ ഈ കൺവിക്ഷൻ, ബോധ്യം. അപ്പോൾ ദൈവം എൻ്റെ പിതാവാണെന്നുള്ള ഒരു നല്ല ബോധ്യമുണ്ട്. രണ്ടാമത് അതിനോടൊപ്പം എനിക്കുണ്ടായ ബോധ്യം എന്ന് പറഞ്ഞാൽ ദൈവമായ എൻ്റെ പിതാവിനോട് ഞാൻ സംസാരിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. ഇപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് അതൊക്കെ ഞങ്ങൾ എഴുതി വായിക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നും അല്ല, അല്ലെങ്കിൽ എഴുതി വായിക്കുന്നതോ അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും ചൊല്ലുന്നതോ ഇതൊന്നും അല്ല. അതിനപ്പുറത്ത് ഹൃദയം തുറന്ന് പിതാവുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. അപ്പൊ ഞാൻ അന്ന് വീട്ടിലേക്ക് പോകുന്നത് പിതാവിനോട് സംസാരിച്ചതാണ്. പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ, സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാൻ അതുകൊണ്ട് കൂട്ടുകാരുടെ കൂടെ ആളുകളുടെ കൂടെ പോകാതെ തനിയെ നടക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. തനിയെ നടക്കാൻ ഞാൻ അങ്ങനെ എന്താ പറയുക, അധികം കൂട്ടുകൂടാത്തൊരു സ്വഭാവക്കാരനായി. ഞാൻ തനിയെ നടക്കാൻ ഇഷ്ടപ്പെട്ടു. തനിയെ നടക്കാൻ ഇഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് ദൈവത്തോട് സംസാരിക്കാനായിട്ടുള്ള സമയമായിട്ട്. അതുപോലെ വീട്ടിൽ വന്നതിന് ശേഷവും ഞാൻ എവിടെയെങ്കിലുമൊക്കെ മൂലയിൽ ഇങ്ങനെ പോയി പ്രാർത്ഥിക്കുന്നത്. ഞാൻ പ്രാർത്ഥന ആസ്വദിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി വേറെ എന്തിനേക്കാളും അധികം ഒരു ആസ്വാദനം ലഭിക്കുന്ന ഒന്നാണ്. കുട്ടികളുടെ പ്രായം എന്ന് പറഞ്ഞാൽ കളിക്കുന്ന പ്രായമാണ്. അവർ കളിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അവരുടെ ശരീരത്തെ സംബന്ധിച്ചും മനസ്സിനെ സംബന്ധിച്ചും ഒക്കെ അവർ കളിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതേ കുത്തുന്നല്ല ഞാൻ പറയുന്നത്. ഇത് കുത്തിക്കൊണ്ടിരുന്നുകൊണ്ട് ആ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. വെളിയിലിറങ്ങി അല്ലെ ഓടിച്ചാടി കളിക്കുന്നതിനെ കുറിച്ചാണ്. അത് തീർച്ചയായിട്ടും അവരുടെ ശരീരത്തിനും മനസ്സിന്റെയും വ്യസനത്തിനും എല്ലാം വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു ഘടകമാണ്. എന്നാൽ കർത്താവിനോട് അതിൽ വളരെ ആസ്വാദനം ലഭിക്കുന്ന ഒരു പ്രായമാണ്. കളി ചിലതൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു തീർച്ചയായിട്ടും. എന്നാൽ എനിക്ക് അതിനേക്കാൾ ആസ്വാദനം ലഭിച്ച ഒരു സംഗതിയായിരുന്നു ദൈവത്തോട് സംസാരിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ഞാൻ കണ്ടെത്തിയത്. അപ്പോൾ ശരിക്കും ആ ഒരു സന്തോഷം ഒരാൾ കണ്ടെത്തിയാൽ പിന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരാളെ ഉത്സാഹിപ്പിക്കേണ്ടതായിട്ട് വരില്ല. ഒരു സാധനത്തിന്റെ സ്വാദ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അല്ലേ, പിന്നെ ആ സാധനം കഴിക്കാൻ ആരോടെങ്കിലും പറയണം, അറിയേണ്ട കാര്യമില്ല. അതുണ്ടോ എന്ന് തിരക്കുന്നത് പോലെയാണ് ആസ്വാദം.
പക്ഷെ ഈ സ്വാതി കിട്ടിയില്ല, മനസ്സിലായില്ലെങ്കിൽ. എൻ്റെ ഇളയ മകനൊരു കുഴപ്പമുണ്ട്. അങ്ങനെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു ഏറ്റവും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ നല്ല സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാൻ വേണ്ടുന്നതാണല്ലോ നമ്മുടെ ഒരു സന്തോഷം. മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. അവരത് കഴിക്കുന്നത് കാണുന്നതാണ് നമ്മളൊരു സന്തോഷം. ചെവിന് ഒരു 2-3 കൂട്ടൻ കറികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പുള്ളിക്കാരൊന്ന് നോക്കിയിട്ട് അതിന് പുള്ളിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരെണ്ണം, ആ ഒരെണ്ണമേ കഴിയുന്നുള്ളൂ. മറ്റത് തുടർത്ത് പോലും ഏതിലും ഒരെണ്ണം. അപ്പൊ ഞങ്ങൾ ചിലപ്പോൾ പറയാറുണ്ട്, ചിലപ്പോൾ മറ്റത് വളരെ നല്ലതായിരുന്നു, നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടാണ്. അപ്പൊ അവൻ ആ ടേസ്റ്റ് ഒന്ന് അറിയണം എന്ന് വിചാരിച്ചു. അവന് എത്ര നീ ഒന്ന് തൊട്ട് നോക്ക, ഒന്ന് രുചിച്ച് നോക്ക, എന്നിട്ട് എനിക്ക് വേണ്ട അവനറിയണം എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മളും ഇങ്ങനെ ചിലതിൽ മാത്രം പിടിച്ചിരിക്കുന്ന സ്വഭാവം ട്രൈ ചെയ്തില്ല മക്കളൊന്നും, അല്ലെ? എന്നാൽ അവൻ വളർന്നതിന് ശേഷം അവൻ പലതും ട്രൈ ചെയ്തു. ട്രൈ ചെയ്തപ്പോൾ അവന് മനസ്സിലായതൊക്കെ എന്തുവാ വളരെ ടേസ്റ്റ് ഉണ്ട് എന്ന് മനസ്സിലായി. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളൊക്കെ കൂട്ടും. കൂട്ടുമെന്ന് മാത്രമല്ല, നല്ല നിലയിൽ അവൻ ഉണ്ടാക്കി. അപ്പൊ ഒരു പ്രാവശ്യം അതിന്റെ ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും നിർബന്ധിക്കേണ്ട കാര്യമില്ല. അതിനു മുമ്പ് നമുക്ക് ഒത്തിരി നിർബന്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മുടെ ബിലീവേഴ്സിനെ കുറിച്ചും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അവർക്ക് പ്രാർത്ഥനയുടെ ടേസ്റ്റ് ഉണ്ട്, വചനത്തിന്റെ ടേസ്റ്റ് ഒന്ന് മനസ്സിലാകും. എനിക്ക് അവിടെ വെച്ച് വചനത്തിന്റെ ആ ടേസ്റ്റ് മനസ്സിലായതുകൊണ്ട് പിന്നെ എനിക്ക് വചനം കേൾക്കാൻ വേണ്ടി ഭയങ്കര കൊതിയായി. അതിനുശേഷം എനിക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, എൻ്റെ പിതാവിന്റെ സഹോദരി, അതായത് എൻ്റെ പിതാവിന്റെ സഹോദരി ആയി ഞാൻ ഇവിടെ എങ്ങനെ വിളിക്കുന്ന അറിയില്ല, അതായത് മാമി എന്ന് വിളിക്കും, അല്ലെ? അമ്മായി എന്ന് വിളിക്കും. അവര് മുണ്ടക്കയത്തിനടുത്ത് വേലനിലം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് അവര് വീട്ടിൽ വന്നു. അദ്ദേഹം CSA ഒരു ഉപദേശിയും കൂടെ ആയിരുന്നു. തനിക്ക് സ്വന്തമായ സ്ഥലവും കൃഷിയൊക്കെയാണ്, റബ്ബറും ഒക്കെ ആയിട്ട്. അപ്പൊ അതിന് കൂടെ ആ പള്ളിയിലെ കൂട്ടിക്കൽ എന്ന് പറയുന്ന ആ സ്ഥലത്ത് CSA ഉപദേശിയും കൂടെ. എന്നാൽ അദ്ദേഹം വളരെ ആത്മീയ താല്പരനായ ഒരു മനുഷ്യൻ. അപ്പോൾ അവരുടെ അടുത്ത് വേലനിലത്ത് ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മയിൽ അദ്ദേഹം വൈകിട്ടത്തെ മീറ്റിങ്ങുകൾക്ക് പോവുകയും അവിടെ വെച്ച് അദ്ദേഹം പരിശുദ്ധാത്മാവിൽ നിറയുകയും ചെയ്തു. അത് ഭയങ്കര എക്സൈറ്റിംഗ് അനുഭവമായിരുന്നു അവർക്ക്. അപ്പൊ അത് അവർ വീട്ടിൽ വന്ന് പങ്കുവെക്കുന്ന സമയം എൻ്റെ പിതാവ് സാറിന് വീട്ടിലുണ്ടാകാറില്ല. അദ്ദേഹം ഒരു പലചരക്ക് കടയൊക്കെ നടത്തുന്നു. അതിലെ കൂടെ കുറെ ചീട്ടുകളി കള്ളുപിടിക്കുന്ന സ്വഭാവമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ അവിടെ കേൾക്കുന്ന എൻ്റെ അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്. അമ്മ എപ്പോഴും അടുക്കളയ്ക്കകത്തായിരിക്കും. പിന്നെ ഞങ്ങള് മക്കളെ ഉണ്ട്, അവരെ കൂട്ടി ഇങ്ങനെ അദ്ദേഹം പറയുമ്പോൾ അത് ശരിക്കും മനസ്സിലായത് എനിക്കാ മനസ്സിലായി. ഞാൻ ചെറുതായി. അപ്പൊ എൻ്റെ ഉള്ളിൽ ഒരു കൊതി ഉണ്ടായി, ഈ പരിശുദ്ധാത്മാവിനെ ആദിക്കുന്നു. അതാണ് എന്നെ വാസ്തവത്തിൽ ഇതിലേക്ക് കൊണ്ടുവരാൻ. അവരുടെ ഉള്ളിൽ വരേണ്ടതിന് വേണ്ടി അത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയാണല്ലോ, നമുക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതല്ല. അതിൽ നമ്മൾ ചെയ്യേണ്ടത് നാം പ്രാർത്ഥിക്കുകയും ഈ വചനം അവർക്ക് മനസ്സിലാകുന്നത് പോലെ നാം അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് യേശുവിനെ അവർക്ക് മനസ്സിലാക്കട്ടെ നമ്മൾ പറയാം. നമ്മുടെ ജീവിതം അവരുടെ മുമ്പിൽ ഒരു വലിയ മാതൃകയായി സൂക്ഷിക്കേണ്ടതിന് നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ പ്രാർത്ഥനയുടെയും വചനത്തിന്റെയും ഒക്കെ ടേസ്റ്റ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടണം. യേശുവിനെ അവരുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അവർ കാണണം. യേശുവിന്റെ മുമ്പിൽ അവരുടെ ഹൃദയം തുറക്കുന്ന ഒരു അനുഭവം അവർക്ക് ഉണ്ടാകണം. അതിനുണ്ടായെങ്കിൽ മാത്രമേ ഈ കുഞ്ഞുങ്ങളെ നേരിടുന്ന ഈ ആൻസൈറ്റിയിൽ നിന്ന്, ഫിയറിൽ നിന്നൊക്കെ അവർക്ക് വിടുതൽ കിട്ടത്തുള്ളൂ. അതല്ലാതെ നമ്മള് സൈക്കോളജിക്കലി എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ വലിയ പ്രയോജനം ഉണ്ടാവില്ല. ദൈവം തന്നെ പരിഹരിക്കേണ്ടുന്ന വിഷയങ്ങളാണ്.
ദൈവം അത് ചെയ്യണം. അതുകൊണ്ട് ടീനേജേഴ്സ് അഭിമുഖീകരിക്കുന്നതായ ഈ ആൻസൈറ്റി എന്ന പ്രശ്നത്തെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. രണ്ട്, അവർക്കുള്ള സ്ട്രെസ്സിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. പ്രത്യേകിച്ച് അവരുടെ ഇപ്പോഴത്തെ ഈ കരിക്കുളം ഒക്കെ അവരെ ഒത്തിരി സ്ട്രെസ്സിലാക്കുന്നതായിരിക്കുന്ന ഒരു കരിക്കുളമാണ്. അവർക്ക് ചുമക്കാൻ പറ്റത്തില്ലാത്തത്രയും ചുമട് അവർക്കുണ്ട്. ധാരാളം ഹോംവർക്കുകൾ അവർക്ക് ചെയ്യാനുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളവരെ വലിയവരായി കാണാനുള്ളതായിരിക്കുന്ന ആഗ്രഹത്തിൽ നമ്മളവരെ ട്യൂഷന് വിട്ട്, കോച്ചിങ്ങിന് വിട്ട്, നമ്മൾ ഒരു 7 ദിവസവും നമ്മൾ അവരെ എന്ത് ചെയ്യും? നമ്മൾ ഉരുട്ടിയിട്ട് പഠിപ്പിക്കുക. അങ്ങനെ ഒരു സംഗതി വന്നിട്ട് നമ്മൾ അവരിൽ ഒരു കോമ്പറ്റീറ്റീവ് മെന്റാലിറ്റി തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഡെവലപ്പ് ചെയ്താലാണ് ഇവര് എന്തെങ്കിലും ആകുക എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നു, നീ ക്ലാസ്സിൽ എന്താകണം? ഒന്നാമനാകണം എന്ന് നമ്മൾ പറയും. ഇപ്പൊ 40 ക്ലാസ്സിലുള്ള ഒരു ക്ലാസ്സിൽ അവൻ ഒന്നാമനാകുക എന്ന് പറഞ്ഞാൽ 39 പിള്ളേരെ നീ തോപ്പിക്കുക എന്നാണ് നമ്മൾ പറഞ്ഞത്. 39 പേരെ നീ എന്ത് ചെയ്യണം? തോൽപ്പിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് പിള്ളേര് മൂല്യങ്ങൾ പഠിക്കുന്നില്ല, ലൈഫിന്റെ വാല്യൂസ് മനസ്സിലാക്കുന്നില്ല. അവർക്ക് ജയിക്കണം എന്നുള്ള ചിന്തയേ ഉള്ളൂ. ജയിക്കുന്നതിന് ഏതടവും പയറ്റാൻ അവർ തയ്യാറാകും. കാരണം മുമ്പിൽ നിൽക്കുന്ന എന്താ? ജയിക്കണം, ഒന്നാമനാകണം എന്ന്. നമ്മള് വിശ്വസിക്കുന്നില്ലെങ്കിലും നമ്മുടെ പെന്തക്കോസ്ത് ലോകത്തിൽ വളരെ ശക്തമായി വന്നുകൊണ്ടിരുന്ന ഒരു പഠിപ്പിക്കലാണ് പാലല്ല തലയാകുന്നത്. എല്ലാവർക്കും ആരാണ്? തലയാകും. ഇതൊക്കെ നമ്മളെ ഒരു കോമ്പറ്റീറ്റീവ് ലൈഫിലേക്കാണ് തള്ളുന്നത്. ഒരു കോമ്പറ്റീറ്റീവ് ലൈഫ് സ്റ്റൈല് തന്നെ നമ്മളറിയാതെ ഉണ്ടായി പോവുക. തൽഫലമായി നാം മറ്റുള്ളവരുമായിട്ട് നമ്മളെ താരതമ്യപ്പെടുത്തുന്നു. ഒരു വീട്ടിലേക്ക് പോയാൽ ഉടനെ സാധാരണ നമ്മൾ നോക്കുന്നത് നമുക്കില്ലാത്ത എന്തെല്ലാം ഇവിടെ ഉണ്ടെന്നാണ്. നമുക്കില്ലാത്തത് അത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. തിരിച്ചു വരുമ്പോൾ ഒരു ചിന്തയോടുകൂടിയാണ്, നമുക്കും വേണം, നമുക്കും വേണം. ഞാൻ പറയുന്നത് ശരിയാണ്. എപ്പോഴും ഒരു മത്സര മനോഭാവമാണ് നമുക്ക്. അതിൽ നിന്ന് താരതമ്യ പഠനങ്ങൾ, മറ്റുള്ളവരുമായി താരതമ്യപ്പെടും. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെയും നാം മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യുന്നു? താരതമ്യം. ഇവിടെ അവൻ ഇത്ര വാങ്ങിച്ചതാണ്, അല്ലേ? ഇങ്ങനെ നമ്മൾ ശരിക്കും വാല്യൂസിനെ കളഞ്ഞു കുളിക്കുന്ന തരത്തിലുള്ള അഭ്യസനമാണ് നമ്മൾ കൊടുക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കും. കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനോടുള്ള അഭിരുചി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. ഞാൻ പലപ്പോഴും ആളുകളോട് ചോദിക്കുന്ന ഒരു കാരണമുണ്ട്. ഇപ്പൊ നമുക്കൊരു തൃശ്ശൂര് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഒരു വളരെ പ്രയാസകരമായ ഒരു രോഗമോ പ്രയാസമോ എന്തെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റിനെ അന്വേഷിക്കുമ്പോൾ, ഒരു മിടുക്കനായ ഒരു സർജനെ അന്വേഷിക്കുന്നു, മിടുക്കനായ ഒരു ഡോക്ടറെ അന്വേഷിക്കുന്നു, മിടുക്കനായ ഒരു സർജനെ അന്വേഷിക്കുന്നു, മിടുക്കനായ ഒരു ഡോക്ടറെ അന്വേഷിക്കുന്നു. പല ഡോക്ടേഴ്സിനും നമ്മൾ തൃപ്തരല്ല. നമ്മൾ നല്ല ഡോക്ടർ ഇവിടെ ഉണ്ട് എന്ന് പറയും. അപ്പൊ ധാരാളം ഡോക്ടേഴ്സ് ഉണ്ടായിട്ടും അവര് നല്ലവരാകാത്ത, അല്ലെങ്കിൽ അവര് പ്രഗത്ഭരാകാത്തത് എന്തുകൊണ്ടാണ്? അതിന് ശരിയായ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഒത്തിരി പേരെയും നമ്മുടെ ഈ ഉരുട്ടി പഠിപ്പിച്ച് നമ്മൾ ഡോക്ടേഴ്സ് ആക്കിയില്ല. കാരണം എനിക്ക് തന്നെ അറിയാം, എത്രയോ MBBS കുഞ്ഞുങ്ങള് പരീക്ഷ എടുക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കാറുണ്ട്, അവരെ പ്രാർത്ഥിക്കും. നമുക്കവരെ നിരുത്സാഹപ്പെടുത്താൻ പറ്റത്തില്ല. അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ധൈര്യപ്പെടുത്തുകയൊക്കെ ചെയ്യും. ശരിയാണ്,
എങ്ങനെയാണെങ്കിലും നമ്മളും പ്രാർത്ഥിക്കും, അവരും പ്രാർത്ഥിക്കും, എല്ലാവരും പ്രാർത്ഥിക്കും. എങ്ങനെയാണെങ്കിലും പറ്റും. പക്ഷെ ഇങ്ങനെ പോകുന്ന പലർക്കും എന്ത് ആവാൻ പറ്റുന്നില്ല. അവരുടെ പ്രൊഫഷനകത്ത് വളരെ എഫിഷ്യൻ്റായി മാറാൻ പറ്റുന്നില്ല. എന്നാൽ അതിന് വിളിയുള്ള, അകത്ത് ദൈവം അതിന് അഭിരുചിയിട്ടിട്ടുള്ള, കഴിവിട്ടിട്ടുള്ള കുഞ്ഞുങ്ങൾ പലരും ഉണ്ട്. പക്ഷെ അവർക്ക് സാധ്യതകൾ ഇല്ലാതെ വരുന്നത് കൊണ്ട് അവർ തടയപ്പെടുകയാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറുകയും ഓരോരുത്തരുടെയും അഭിരുചി, കഴിവുകളൊക്കെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ കഴിവുള്ളതായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ആ നിലവാരത്തിൽ വളർത്തിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ സ്ഥിതി മെച്ചപ്പെട്ട നല്ല ഡോക്ടേഴ്സ്, പ്രഗത്ഭരായ ഡോക്ടേഴ്സ് നമുക്കുണ്ടാകും, പ്രഗത്ഭരായ സയൻറ്റിസ്റ്റുകൾ നമുക്കുണ്ടാകും, പ്രഗത്ഭരായിരിക്കുന്ന സ്പോർട്സ് താരങ്ങളുണ്ടാകും. ഇതിനകത്തൊക്കെ എന്ത് വേണം? രാഷ്ട്രീയവും പിടിപാടും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു രംഗത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എത്താൻ പറ്റുള്ളൂ എന്നുള്ളതായിരിക്കും സ്ഥിതി. ഇങ്ങനെ പലപ്പോഴും പ്രതിഭകൾ, കഴിവുള്ളവരൊക്കെ തടയപ്പെടുന്നതായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ലോകത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, നാം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുമ്പോൾ ഈ കോമ്പറ്റീറ്റീവ് ലൈഫ് സ്റ്റൈലിലേക്ക് അവരെ തള്ളിവിടാതെ അവരെ നമുക്ക് അവരാകാൻ പഠിപ്പിക്കാം. അവരുടെ മേലുള്ള ദൈവവിളി തിരിച്ചറിഞ്ഞ് അവരിൽ ദൈവം ഇട്ടിരിക്കുന്ന അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കി മറ്റാരുമായി താരതമ്യം ചെയ്യാതെയും മറ്റാരുമായി കോമ്പീറ്റ് ചെയ്യാതെയും മറ്റൊരാളെ തോൽപ്പിച്ചെന്തെങ്കിലും ആകാൻ ശ്രമിക്കാതെയും അവരെ ദൈവം എന്താക്കാൻ ആഗ്രഹിക്കുന്നു അതാകാൻ വേണ്ടി അവരെ നമുക്ക് ഒരുക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദാനിയേലൊക്കെ അങ്ങനെ ആയത് ദൈവം ദാനിയേലിനെ ആ നിലയിൽ വിളിച്ചതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആക്കിയെടുക്കാനായിട്ടൊരു മാർഗമുണ്ടെന്ന് രാജാവ് പറഞ്ഞു. ആ മാർഗത്തിനകത്തൊന്ന് നല്ലതായിട്ട് അവരെ ഭാഷ പഠിപ്പിക്കുക, പഠിപ്പിക്കേണ്ടുന്ന മറ്റു കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ അതുപോലെ നല്ല ഭക്ഷണം കൊടുക്കുക, അത് അത്യാവശ്യമാണ്. രാജാവിൻ്റെ ചിന്ത തെറ്റല്ല, രാജാവിൻ്റെ ചിന്ത തികച്ചും ശരിയാണ്. മാനുഷ്യ കാഴ്ചപ്പാടിൽ അതെല്ലാം ശരി തന്നെയാണ്. എന്നാൽ ദാനിയേല് നോക്കുന്നത് മനുഷ്യ ചിന്തയിലല്ല, മനുഷ്യ കാഴ്ചപ്പാടിലല്ല. താൻ പഠിക്കുന്നത് ആരുമായിട്ട് മത്സരിക്കാനുമല്ല, ആരെയും തോൽപ്പിക്കാനുമല്ല, മിടുക്കനാകാനുമല്ല. താൻ പറയുന്നത് എനിക്കെൻ്റെ ദൈവത്തെ പ്രസാദിക്കുക. അതുകൊണ്ട് ഞാൻ അശുദ്ധി വരുത്തുന്ന ഒന്നും എനിക്ക് വേണം. ആ ദൈവത്തിലുള്ള ആസ്വാദനം തനിക്ക് കിട്ടിയത് കൊണ്ട്, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തെ അത്രയും വിലമതിച്ചത് കൊണ്ട്, ദൈവഭക്തനായി ജീവിക്കുക എന്നതിന് അത്രയും വില കൊടുത്തത് കൊണ്ട്, സ്ഥാനം കൊടുത്തത് കൊണ്ട് കർത്താവ് തീരുമാനിച്ചു പ്രൈസ് അവനെ മിടുക്കനാക്കാൻ. അപ്പോൾ അവൻ കഴിച്ച ഭക്ഷണം കൊണ്ടാണ്, അവന് ലഭിച്ച ട്രെയിനിങ്ങിന്റെ ബലം ഒന്നുമല്ല, കർത്താവ് അവനെ ദിവ്യ ആത്മാവിനെ പകർന്നതുകൊണ്ട്. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറകളുടെ മേൽ കർത്താവ് തൻ്റെ ആത്മാവിനെ പകരുന്നതിന് നിങ്ങൾക്കുള്ള വാഗ്ദത്വമല്ലേ, അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ആ ആത്മപകർച്ച നമ്മുടെ മക്കളുടെ മേൽ ഉണ്ടാകുമ്പോൾ അവരാരാകും? അവർ കർത്താവിനായി സംസാരിക്കുന്നവരാകും. ഹല്ലേലൂയ. അവർ ദൈവമുള്ള തലമുറയാകും, ദൈവഭക്തന്മാരാകും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഹല്ലേലൂയ. അവർ ദർശനമുള്ളവരാകും, അവർ ദർശനങ്ങളെ കാണും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലമുറകളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അവരായിരിക്കുന്ന ഇടങ്ങൾ എവിടായിരിക്കണമെന്നും എന്ത് ചെയ്യണമെന്നും ഒക്കെ ദൈവത്തിന് വളരെ പദ്ധതിയുണ്ട്. ദൈവം അവരെ എന്താക്കാൻ ആഗ്രഹിക്കുന്നു, അതിനായി ദൈവത്തിന്റെ കരുത്തിലേക്ക് അവരെ വിട്ടുകൊടുത്ത് കർത്താവ് അവരെ പണിയേണ്ടതിനായി നാം പ്രാർത്ഥിക്കുകയും അവരെ അതിനായി സജ്ജരാക്കുകയും വേണം. അതാണ് നമ്മൾ ചുമതല. നമ്മളെ അതിനായി സജ്ജരാക്കണം. അതിനായി അവരെ സജ്ജരാക്കുന്നതിന് അവരെ പേരൻസിനെയും അത് ബോധ്യപ്പെടുത്തി സജ്ജരാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്ട്രെസ്സിൽ നിന്നൊക്കെ അവർക്ക് വിടുതലുണ്ടാവും. അപ്പോൾ ദൈവം എന്നെ ആക്കാൻ ആഗ്രഹിക്കുന്ന എനിക്കായാൽ മതി, ഞാൻ നന്നായിട്ട് പഠിക്കണം. കാരണം ഞാനോട് പഠിക്കാൻ വേണ്ടി, അതാണ് എൻ്റെ ഉത്തരവാദിത്വം. ഞാൻ ചെയ്യുന്ന എന്താണെങ്കിലും എന്ത് ചെയ്യണം? നന്നായി ചെയ്യണം. അത് ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. കർത്താവ് എന്ത് ചെയ്താലും എങ്ങനെ ചെയ്തുള്ളൂ അല്ലേ?
ഈ 6 ദിവസത്തെയും സൃഷ്ടി വിവരണത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് താൻ കണ്ടതിനെ താൻ ചെയ്തതൊക്കെ കർത്താവ് തിരിഞ്ഞു നോക്കേണ്ട കർത്താവിനാ പറയുന്നത് നല്ലതാണ്. അതാണ് കർത്താവിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. അവൻ എന്തെങ്കിലും ചെയ്താൽ നന്നായി ചെയ്യുന്നത്. യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു അവനെല്ലാം നന്നായി ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ ആ കർത്താവിൻ്റെ ആ പിതാവിൻ്റെ മക്കളായ നാം നമ്മൾ ചെയ്യുന്നതൊക്കെ നന്നായി ചെയ്യാൻ സമർപ്പണ ബോധമുള്ളവരായിരിക്കും. അങ്ങനെ ഒരു പ്രതിബദ്ധത നമുക്കുണ്ട്. അതുകൊണ്ടാണ് ദാസന്മാരോടും പറയുന്നത്, ദാസന്മാർ ദൃഷ്ടിസേവയെ ചെയ്യരുത്. എല്ലാവരും നോക്കുന്നതുകൊണ്ട് അവർ നോക്കുന്നു, കാണുന്നു, വഴക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നീ ചെയ്യാതെ ചെയ്യുന്നത് എന്തും കർത്താവിനെന്ന പോലെ ചെയ്യണം. സ്തോത്രം. ചെയ്യുന്നതെല്ലാം നന്നായി ചെയ്യണം. യേശുവിനോട് നമ്മളൊരു കാര്യം ചെയ്യാൻ എങ്ങനെ ചെയ്യും? എത്ര തുറന്ന ഹൃദയത്തോടെ ചെയ്യും, എത്ര മനസ്സോടെ ചെയ്യും, അതേപോലെ ചെയ്യണം എന്നാണ് കർത്താവ്. കാരണം നമ്മുടെ ക്വാളിറ്റി അതായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചെയ്യുന്നതിന് കർത്താവ് എല്ലാവർക്കും ഒരു പ്രതിഫലം വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊരു ഈ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി പോരാടിയ മാന്യതകമായിരുന്നല്ലോ മാർട്ടിൻ ലൂതർ കിങ്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാർക്കൊന്നും പഠിക്കാനുള്ള സ്കൂളൊന്നുമില്ല, യാതൊരു സൗകര്യമില്ല. എല്ലാം വെളുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി മാത്രം. എന്നാൽ ഈ കൊതി മൂത്ത് പുള്ളിക്കാരൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു ദിവസം ഒരു സ്കൂള് ഇച്ചിരി ദൂരെയായിരുന്നെങ്കിലും പുള്ളിക്കാരൻ അത് പോയി. അവിടെ ചെന്ന് പുള്ളി ആ സ്കൂളിൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കും. കാരണം അത്രയൊന്നും ആഗ്രഹം. അവിടെ ചെന്ന് അല്ലെ ഒരു കുശലും ലജ്ജയില്ലാതെ ഈ കറുത്ത ബാലൻ അവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്ന പ്രധാന അധ്യാപകനോട് ഇറങ്ങി വന്നപ്പോൾ ഈ കറുത്ത ബാലനെ കണ്ട പുള്ളിക്ക് തീരെ പിടിച്ചില്ല. ഭയങ്കര ദേഷ്യം. എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു, എനിക്കൊരു അഡ്മിഷൻ എടുക്കാൻ വേണ്ടി. പുള്ളിക്ക് ദേഷ്യവും അതിൻ്റെ കൂടെ പരിഹാസവും അവജ്ഞയും എല്ലാം കൂടെ ഉള്ളിലേക്ക് വന്നു. അപ്പൊ ആ പുള്ളിക്കാരൻ വിചാരിച്ചെന്നാൽ ഇവരെ ഒന്ന് കളിയാക്കി വിടാൻ. ഉടനെ അവിടുത്തെ ഒരാളോട് പറഞ്ഞു, ആ ചൂലിഞ്ഞെടുത്തോണ്ട് വരാൻ. അപ്പോൾ ചൂലെടുത്തു അവൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നീ പോയി ആ ക്ലാസ്സിൽ വരാൻ അടിച്ചു വരാൻ പറഞ്ഞു. പുള്ളി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി കൊടുത്താൽ. പക്ഷെ മാർട്ടിൻ ലൂതർ കിങ്ങിന് ഭയങ്കര സന്തോഷം. എന്താണെന്നറിയാമോ? എനിക്ക് ക്ലാസ് റൂമിൽ കയറാമല്ലോ എന്നൊരു സന്തോഷം. അങ്ങനെ പുള്ളി ചൂലുമായിട്ട് ക്ലാസ് റൂമിൽ കയറി. പുള്ളി അത് അടിച്ച് നല്ലതായിട്ടങ്ങ് പ്രധാന അധ്യാപകൻ അന്തം വിട്ടുപോയി. പുള്ളി ആ പയ്യനെ ഇങ്ങനെ പരിഹസിക്കാൻ നോക്കിക്കൊണ്ടിരുന്ന പുള്ളിയുടെ മനസ്സൊന്നും മാറി. എടാ, ഇവൻ എന്ത് വൃത്തിയായിട്ടാണ് ചെയ്യുന്നത്, ഇത്രയും വൃത്തിയായിട്ട് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ പയ്യനെ കുറിച്ചൊരു ഭയങ്കര മതിപ്പതായിരുന്നു. അദ്ദേഹം അവനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതുവരെ ഒരു കർത്തവാനും കൂടെ ഞാൻ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നിനക്ക് ഞാൻ അഡ്മിഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ചെയ്ത പ്രവൃത്തി അവൻ ചെയ്തത് നന്നായി ചെയ്യും. അത് പ്രിയപ്പെട്ടവരെ, നമ്മളും എവിടെയായിരുന്നാലും കർത്താവിൻ്റെ മഹത്വം നമ്മളോട് വെളിപ്പെടണമെങ്കിൽ എല്ലായിടത്തും നമ്മൾ വിശ്വസ്തരായിരിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്കകത്തൊരു മികവുണ്ടാകും. നമ്മുടെ വീടുകളിൽ വരുന്നവർ ആളുകൾ ദൈവത്തെ സ്തുതിക്കണം. ഒരു മികവെന്ന് പറഞ്ഞാൽ കുറെ പണം ചെലവാക്കിയതിനകത്തല്ല. ശലോമോന്റെ രാജകൊട്ടാരത്തിലേക്ക് ചെന്നവരല്ല. ശിവരാജി എന്നപ്പോഴത്തേക്കും അവരുടെ ആ ദാസന്മാരുടെ നിൽപ്പും അല്ലേ, എല്ലാത്തിനും ഒരു ഓർഡറുണ്ട്, എല്ലാത്തിനും ഒരു ചന്തമുണ്ട്, എല്ലാത്തിനും ഒരു ഉചിതമായ രീതി. അതുകൊണ്ട് വചനം പറഞ്ഞു, എല്ലാം ചന്തമായി ഒരു അലങ്കോലപ്പെട്ട ആരാധന, അലങ്കോലപ്പെട്ട രീതി, എല്ലാത്തിനും ഒരു ക്രമവും ചന്തവും ഒരു മനോഹാരിതയൊക്കെ ഉണ്ടാകണം. അതുപോലെ നമ്മുടെ വീടുകൾ അതുപോലെ നമ്മൾ ചെയ്യുന്നതായ ഓരോ കാര്യങ്ങൾ ഇതിനാലെല്ലാം ദൈവത്തിന് നാമം മഹത്വപ്പെടുവാൻ തരുന്നുണ്ട്. അവിടെ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയുന്നത്, നിങ്ങൾ പഠിക്കുമ്പോൾ മികവുള്ളവരായി പഠിക്കണം.
കർത്താവ് എന്താക്കുന്നു അതായാൽ മതി. പക്ഷെ പഠിക്കുമ്പോൾ നിങ്ങൾ മികവുള്ളവരായി പഠിക്കണം. അപ്പോൾ അവർക്ക് സബ്ജക്റ്റിനകത്ത് നോളജ് ഉണ്ടാവും. ഒത്തിരി പേരും പരീക്ഷയ്ക്കകത്ത് നല്ല മാർക്ക് കിട്ടാൻ ഗൈഡും അതും ഇതൊക്കെ വെച്ച് അല്ലെ ഒരൊറ്റ ഷോർട്ട് കട്ട് കാണുകയാണ്. അത് പരീക്ഷയ്ക്ക് വന്നിട്ട് ഒരൊറ്റ ശ്രദ്ധിക്കും. പിന്നെ അതിനകത്ത് അധികം ഭാവവും കാണത്തില്ല. എന്നാൽ ഒരു സബ്ജക്റ്റിനെ ഒരാൾ സ്നേഹിച്ച് പഠിക്കുമ്പോൾ അവനൊരു ഗവേഷണ ബുദ്ധിയോടുകൂടിയാണ് പഠിക്കുന്നത്. അവന് നോളജായിട്ട് അറിവായിട്ട്. അങ്ങനെ നമ്മുടെ തലമുറകളൊക്കെ മിടുക്കന്മാരായി തീരട്ടെ ദൈവത്തിന്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതല്ല, അപ്പൊ ഈ സ്ട്രെസ് കൊടുക്കാതെ അവർക്ക് ഇതിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. ഞാൻ അതുകൊണ്ട് ആളോട് കുഞ്ഞുങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരു സബ്ജക്റ്റിനെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾക്ക് ടീച്ചറെ സ്നേഹിക്കാൻ പറ്റും. ഞാൻ കുറച്ചാളൊക്കെ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എന്നെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ഭയങ്കര എളുപ്പമായിരിക്കും. ആർക്കാ എൻ്റെ സബ്ജക്റ്റ് എളുപ്പമെന്ന് ചോദിച്ചെന്നാൽ അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടം. സാറ് നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി നിങ്ങൾ നോക്കിക്കോ, ഏതെങ്കിലും സാറിന് ഇഷ്ടമല്ലെങ്കിൽ അദ്ദേഹം പഠിപ്പിക്കുന്ന സബ്ജക്റ്റിനോടും ആ കുട്ടിക്ക് എന്തല്ല. ഞാൻ പറഞ്ഞത് എനിക്ക് ഹിന്ദി ഇഷ്ടമല്ല. കാരണം എൻ്റെ ടീച്ചർ ഒരിക്കലും ഞാൻ പുള്ളിയെ കണ്ണു തുറന്ന് കണ്ടിട്ടില്ല. ഒരു അധ്യാപകനാണ്. പുള്ളി എപ്പോഴും വെള്ളത്തിലാണ്. പുള്ളി ഇങ്ങനെ ആടി കണ്ണു പുള്ളി തുറന്ന് കണ്ടിട്ടില്ല, പുസ്തകം തുറന്ന് കണ്ടിട്ടില്ല. പുള്ളിക്ക് പാഠ്യങ്ങളൊക്കെ മനപ്പാടായിട്ടുണ്ട്. അതിങ്ങനെ കുറേ വർഷങ്ങളുണ്ട്. അത് കണ്ണു അടച്ച് ഒറ്റ പറച്ചില്ല ആ ഭാഗം പറഞ്ഞിട്ടില്ലേ. ഒരു മറുവിഷം കൊണ്ട് പറയട്ടെ, ദൈവദാസന്മാരായ നമ്മളെ എത്രത്തോളം നമ്മുടെ വിശ്വാസികളെ സ്നേഹിക്കുന്നു അതനുസരിച്ചായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്ന പ്രസംഗം അവർ സ്വീകരിക്കുക. നമ്മളുമായിട്ടുള്ള ബന്ധം, ആരുമായിട്ടുള്ള ബന്ധം, മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധം. മാതാപിതാക്കളെ അനുസരിക്കുന്ന കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളാണ്, അല്ലേ? ഇതെല്ലാം ഒത്തൊരുമിച്ച് പോകുന്നില്ല. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾ, ബഹുമാനിക്കുന്ന കുഞ്ഞുങ്ങൾ എൻ്റെ അപ്പനെ വിഷമിപ്പിക്കല്ല, അമ്മയെ വിഷമിപ്പിക്കല്ലെന്ന് അവരെ ഉണ്ട്. അവരെപ്പോഴും പരീക്ഷ വന്നാലും, കോളേജിലൊക്കെ പോകുമ്പോൾ പരീക്ഷകൾ വന്നാലും ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങൾ ഇത് കേട്ടിട്ടുണ്ടായിരിക്കാം. എൻ്റെ കുടുംബത്തിന് ദോഷമുണ്ടാകരുത്, എൻ്റെ അപ്പന് സങ്കടമാകരുത്, എൻ്റെ അമ്മയ്ക്ക് കണ്ണീരാകരുത് എന്നുള്ളതിനാൽ അവരുടെ സംരക്ഷിക്കും. പറയുന്നത് ശരിയാണ്. ഇതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസികളുമായിട്ടുള്ള നമ്മുടെ ബന്ധം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. യേശു കർത്താവ് പറയുന്നത് എന്താണ്? ഞാൻ എൻ്റെ ആടുകളെ അറിയുന്നു, എൻ്റെ ആടുകൾ എന്നെ അറിയും. ആ ഒരു ബന്ധത്തിന് വളരെ പ്രസക്തി. ആ ഒരു നല്ല റിലേഷൻ സൂക്ഷിച്ചുകൊണ്ട് ഒരാളെ കറക്റ്റ് ചെയ്ത് നോക്കിയിരിക്കും. ഒരു ബുദ്ധിമുട്ടുമില്ല കറക്റ്റ് ചെയ്യാൻ. നിങ്ങൾ പറയുന്ന കാര്യം അവര് സ്വീകരിക്കും. ആ ബന്ധമില്ലാതെ കറക്റ്റ് ചെയ്താൽ നോക്കിയാൽ ഒരിക്കലും അവരത് ഏറ്റെടുത്തത്. ആ സെക്കൻഡ് കാര്യം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. ഇതെല്ലാം റിലേഷനകത്തേ ഇരിക്കുന്നു. അവിടെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും, ഈ സ്നേഹമൊക്കെ നമ്മളിൽ നിന്ന് റിലീസാകണമെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാൽ പോരാ. നമ്മൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് ആ ഒരു ബോധ്യം അവർക്ക് കൊടുക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ ഒരു ഒഴുക്ക് ശരിക്കും ഉണ്ടാകുന്നത് ദൈവത്താൽ തന്നെയാണ്. അതുകൊണ്ട് ബന്ധങ്ങളൊക്കെ സുസ്ഥിരമായി മാറുവാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഈ കുഞ്ഞുങ്ങളെ സ്ട്രെസ്സിൽ നിന്നൊക്കെ നമുക്ക് വിടുവിക്കണം. ഇന്നത്തെ കുഞ്ഞുങ്ങളെ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നം തന്നെ ഡിപ്രഷനാണ്. ഭയങ്കര ഡിപ്രഷനാണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾ. ഇപ്പോൾ ഹൈസ്കൂളിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങൾ തന്നെ ഈ സ്ട്രെസ് കാരണം ഈ BP-ക്കൊക്കെ അടിമപ്പെട്ടു പോകുന്നുണ്ട്. മരുന്ന് കഴിക്കുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരിക്കാറുണ്ട്. ഹൈസ്കൂളിലുള്ള കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഡിപ്രഷനകത്ത് പോയിരിക്കുന്ന ധാരാളം കുഞ്ഞുങ്ങളാണ്. പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷം ഡിപ്രഷൻ്റെ തോത് വർദ്ധിച്ചു, ഭയങ്കരമായിട്ട് വർദ്ധിച്ചു.
ഒത്തിരി കുഞ്ഞുങ്ങൾ ഡിപ്രഷനകത്താണ്. അവർക്ക് ശരിക്കും ആളുകളോട് സംസാരിക്കാൻ പേടിയാണ്. അവരവരിൽ തന്നെ ഒതുങ്ങുകയാണ്. അവരും അവരുടെ മൊബൈലുമായിട്ട് അവരൊരു മുറിക്കകത്ത് ആയിരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ എവിടെ ആയാലും അവരവരിൽ തന്നെ ഒതുങ്ങുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഇങ്ങനെ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നത്തിന്റെ എല്ലാ ആൻസർ നമ്മുടെ അടുത്താണുള്ളത്. ലോക പ്രശ്നത്തിലൂടെ പോകുമ്പോൾ അതിന്റെ ആൻസർ നമ്മുടെ അടുത്താണ്. അതുകൊണ്ട് ഇന്ന് കൗമാരക്കാരുടെ ഇടയിലുള്ള ശുശ്രൂഷയ്ക്കും യൂത്തിനിടയിലുള്ള ശുശ്രൂഷയ്ക്കും ഒക്കെ പണ്ടത്തേനേക്കാൾ കൂടുതൽ നമുക്ക് സാധ്യതയുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കും. അതിലൂടെ ഞാൻ പറയട്ടെ, ഒരു കാര്യം കൂടെ പറയാം. പണ്ടൊക്കെ നമ്മൾ ട്രാക്റ്റുകൾ കൊടുത്തും കവലപ്രസംഗങ്ങൾ നടത്തിയുമാണ് സുവിശേഷ വേല ചെയ്തതെങ്കിൽ ഇന്ന് നമുക്ക് പുതിയ മാധ്യമങ്ങൾ ഉണ്ടാകണം. അതായത് കൗമാരർക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ്, പേരൻസിന് വേണ്ടിയുള്ള കൗൺസിലിംഗ്, അതുപോലെ യൂത്തിന് വേണ്ടിയുള്ള കൗൺസിലിംഗ്, അതുപോലെ അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട ജോലിയുമായി കണ്ടുപിടിക്കുക, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കൗൺസിലിംഗ്, ഇങ്ങനെയുള്ള പല മാധ്യമങ്ങൾ നാം സംഘടിപ്പിക്കണം. എങ്ങനെ? ഗോസ്പൽ സെന്റേഡ് ആയിട്ട്. ഇനി ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ട്രാക്ട് കൊടുക്കാനേ പറ്റത്തില്ല. വളരെ ബുദ്ധിമുട്ടാണ്. കവലപ്രസംഗം ഒട്ടും പറ്റത്തില്ല, വീട് കയറുന്നത് ഒട്ടും പറ്റത്തില്ല. അതൊക്കെ ആളുകൾ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പുതിയ മാധ്യമങ്ങൾ തരാം, അവരുടെ ഉള്ളിലേക്ക് കയറാനുള്ള പുതിയ മാധ്യമങ്ങൾ തരാം. ആ പുതിയ മാധ്യമങ്ങളിലൂടെ സുവിശേഷീകരണത്തിന് വേണ്ടി ആളുകളെ സജ്ജരാക്കണം. കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് ചലഞ്ചുകൾ വ്യത്യസ്തമായിട്ട് വരും. പക്ഷെ എക്കാലത്തും സുവിശേഷം മാത്രമാണ് ജനങ്ങളുടെ പ്രശ്നത്തിന്റെ ഉത്തരം. യേശു മാത്രമാണ് ഉത്തരം. പക്ഷെ ആ യേശുവിനെ നമ്മൾ കൊടുക്കേണ്ടതിന് വ്യത്യസ്ത മാർഗങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ കണ്ടുപിടിക്കണം. അവിടെ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഈ ഡിപ്രഷൻ അടിമകളായിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഒട്ടനവധിയാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കും. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷവും ഈ ഡിപ്രഷൻ അടിമകളാണെന്ന് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കും. അതുപോലെ എല്ലാവരും സോഷ്യൽ മീഡിയയുടെ അടിമകളാണ്, അല്ലേ? എല്ലാവരും സോഷ്യൽ മീഡിയയുടെ അടിമകളാണ്. ഇതൊക്കെയാണ് ഇന്ന് അവർ നേരിടുന്നതായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അതൊക്കെയാണ് പിയർ പ്രഷർ, സഹപാഠികളുടെ അല്ലെങ്കിൽ സമപ്രായക്കാരുടെ അവരുടെ സ്വാധീനം. നമ്മൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വഴക്ക് പറയാനായിട്ടൊക്കെ വളരെ എളുപ്പമാണ്. ഇപ്പൊ നമ്മുടെ പെങ്കൊച്ച് ഇത്രയുള്ള ഒരു എന്തോന്ന് ഇട്ടുകൊണ്ട് വരുന്നത്, നിന്റെ കാല് കാണിക്കുന്നു, മുട്ട് കാണിക്കുന്നു എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ അവള് കോളേജിൽ ചെല്ലുമ്പോഴത്തേക്കും എല്ലാവരും ആ തരത്തിലാണ് ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പൊ അവള് മാത്രമായിട്ട് ഒരു ചുരിദാറും വളരെ മാന്യമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവരെല്ലാം കൂടെ എന്ത് ചെയ്യും? മനസ്സിലാവുന്നു? അപ്പൊ ആ പരിഹാസത്തെ അതിജീവിക്കാൻ തക്കണം അവിടെ അകത്തെ മനുഷ്യൻ അത്രയും സ്ട്രോങ് ആണ്. നമ്മുടെ ചെറുപ്പത്തിലും ഈ പരിഹാസങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്, സ്കൂളിലൊക്കെ പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അകത്തെ മനുഷ്യൻ, ഞാൻ പറഞ്ഞത് സുവിശേഷം നമ്മൾ ആസ്വദിച്ചത് കൊണ്ട്, പ്രാർത്ഥന ആസ്വദിച്ചത് കൊണ്ട് നമുക്ക് അതിനൊരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. നീ എന്ത് വേണേലും പറഞ്ഞു പോകുന്നത്. പക്ഷെ നമ്മുടെ കുഞ്ഞിനെന്നാ സ്ട്രെങ്ത് ഇല്ല. അതിന് നമ്മൾ അവരെ സജ്ജരാക്കിയില്ല. അവർക്ക് ഇതിന്റെ ടേസ്റ്റ് കിട്ടിയില്ല. പിന്നെ നമ്മുടെ വീട്ടിലായതുകൊണ്ട് നമ്മുടെ കൂടെ യോഗത്തിന് വരുന്നു, സൺഡേ സ്കൂൾ പഠിക്കുന്നു എന്നുള്ളതല്ലാതെ കർത്താവുമായിട്ടുള്ള ആ ഒരു നല്ല ബന്ധം വരുന്നില്ല. ഒരു പ്രായമാകുമ്പോഴത്തേക്കും എല്ലാവരും സ്നാനപ്പെടുന്നു, അവരും എന്ത് ചെയ്യുന്നു? സ്നാനപ്പെടുന്നു. പക്ഷെ ശരിക്കും അവർ വീണ്ടും ജനിച്ചോ എന്നുള്ളത് ഒരു സംശയമായിട്ട് അവശേഷിച്ചു. അതോ ഇന്ന് പെന്തക്കോസ്ത് സഭകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സഭയ്ക്കകത്ത് സുവിശേഷീകരണം നടക്കുന്നില്ല.
സഭയ്ക്കകത്ത് സുവിശേഷീകരണം നടക്കുന്നില്ല. ഈ പരമ്പരാഗതമായ നിലയിലുള്ള ഈ സങ്കീർത്തനം വായനയും ഈ പാട്ടും ആരാധനയും ഇതിങ്ങനെ കുഞ്ഞുങ്ങൾ ശീലിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒപ്പത്തിനൊപ്പം പോകാനായിട്ട് അറിയാം. എന്നാൽ ഒരിക്കലും വീണ്ടും ചെല്ലാൻ അനുഭവം ഉണ്ടാകാതെ അവർ സ്നാനപ്പെടുന്നു, വിശ്വാസികളെന്നുള്ള പേര് കൈക്കൊള്ളുന്നു. പ്രേക്ഷകർ ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഈ പറഞ്ഞ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ക്രിസ്തുവിന് വേണ്ടി നേരെ നിൽക്കാനുള്ള ശക്തി ഇല്ലാതെ പോകും. അതുകൊണ്ട് വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ കൊച്ചു കൊച്ചു സഭകളിൽ കൂട്ടങ്ങളിൽ നാം അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഞാൻ നിങ്ങളെ സ്നേഹത്തോടുകൂടി ഓർമ്മിക്കാം. ഇപ്പോൾ കുഞ്ഞുങ്ങളെ അഭിമുഖീകരിക്കുന്ന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ഈറ്റിംഗ് ഡിസോർഡറാണ്. കഴിക്കുന്നതിനൊന്നും ഒരു സമയമൊന്നുമില്ല, അല്ലേ? എഴുന്നേൽക്കുന്നതിന് സമയമില്ല, കിടക്കുന്നതിന് സമയം, കഴിക്കുന്നതിന് സമയം. ഡിസിപ്ലിൻ ഇല്ലാത്ത, കാരണം ആ നിലയിലായി. ഈ പഠിത്തത്തിന്റെ ഭാരം അത്രമാത്രമായി. ജോലിയാണെങ്കിൽ അങ്ങനെ ആയി. ചിലർക്ക് രാത്രിയിലായിരിക്കും, പേരൻസിന് തന്നെ ഒരു ജോലി, അല്ലേ? ഇങ്ങനെ എല്ലാം ഒരുമാതിരി ഒരു ഡിസോർഡറായിട്ട് കിടക്കുന്നതായിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് പിന്നെ എല്ലാവരും ആയിരിക്കും. അപ്പം അതിൻ്റെതായിരിക്കുന്ന ഇതിനെല്ലാം നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് സ്പിരിച്വൽ ഡൾനെസ്, നമുക്ക് നമ്മുടെ സഭകളിലെല്ലാം ഒരു മാന്യത, ആത്മീയമായ നിലയിലുള്ള ഒരു വലിയ മാന്യത കൂടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരിടത്തും എന്തില്ല, മാതൃകയില്ല. എന്നും കേൾക്കുന്നത് അടിയും മറ്റ്, പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മാധ്യമങ്ങളിലൂടെയല്ല. ചില ആളുകൾ എന്ന് പറഞ്ഞാൽ സഭയെ പരിഹാസ്യമാക്കേണ്ടതിന് വേണ്ടി, ദൈവദാസന്മാരെ പരിഹാസ്യമാക്കേണ്ടതിന് വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക. അവരെന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക. അതിനെ ഇങ്ങനെ പൊടിയും തൊങ്ങലൊക്കെ വെപ്പിച്ച് വലിയ സംഭവങ്ങളായി അധിക്ഷേപിച്ച്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ചില മാധ്യമങ്ങളിൽ എടാ പോടാന്നൊക്കെ അച്ഛന്മാരെയും തിരുമേനിമാരെയും ഭാസന്മാരെയും ഒക്കെ വിളിച്ച് ആക്ഷേപിച്ച് പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് യുവതലമുറ കാണുന്നത്. അവരതെല്ലാം കണ്ടു നോക്കുമ്പോൾ അവർക്കെല്ലാം ശരിയാണ്. അതുകൊണ്ട് ദൈവത്തിലുള്ള ഒരു വിശ്വാസം തന്നെ അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. മറുവശത്തെ ദൈവത്തിലുള്ളതായിരിക്കുന്ന അവിശ്വാസം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ചിന്തകളും അങ്ങനെയുള്ളതായ പ്രചരണങ്ങളും മറുവശത്ത് ധാരാളമായി നടക്കുന്നു. ഇതിനിടയിൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു, ഡൾനെസ് ആത്മീയ ജീവിതത്തിനകത്ത് ഉണ്ടാകുന്നു, മാതൃകയില്ലായ്മ ഇന്നത്തെ വലിയൊരു പ്രശ്നമാണ്. എൻ്റെ സമയം തീരുകയാണെന്ന് തോന്നുന്നു. ഇല്ല, ഓക്കെ, ഞാൻ മറന്നുപോയി, ഞാൻ എപ്പോഴാണ് തുടങ്ങുന്നത്. ഓക്കെ, ഹലോ, ഉറക്കൊന്നും വരുന്നില്ലല്ലോ? ഇല്ല, സന്തോഷത്തോടെ ഒരു കൂടി ഹല്ലേലൂയ. ഞാൻ ചില വർഷങ്ങൾക്ക് കോവിഡിന് മുമ്പത്തെ കാര്യങ്ങൾ, കോവിഡിന് മുമ്പ് ഞാൻ കോട്ടയത്തൊരു മീറ്റിങ്ങിന് ചെന്നപ്പോൾ കുറേ ചെറുപ്പക്കാര് അവിടെ കണ്ടിട്ട് എന്നോടൊരു ചോദ്യം ചോദിച്ചതായി, ബ്രദറെ, ഞങ്ങൾക്ക് രോഗശാന്തി വേണം, വിടുതൽ വേണം, ഇതൊക്കെ ഞങ്ങൾക്ക് വേണം. രോഗമുള്ളവർക്കില്ലല്ലോ രോഗത്തിന്റെ വിടുതൽ വേണമെന്ന് ആഗ്രഹം, അല്ലെ? കടമുള്ളവർക്ക് കടബാധ്യത്തിന് വിടുതൽ വേണമെന്ന് ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണം. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, അവർ ചോദിച്ച ചോദ്യമായിരുന്നു, എന്നാൽ ഞങ്ങൾക്ക് മാതൃകയാക്കാൻ ഒരു മാതൃക കാണിച്ചു തരാം. ഇന്ന ആളെ നോക്കിക്കോ എന്ന് പറയാം. ഇവിടെ ഞങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം. കുറെ ചെറുപ്പക്കാർ കൂടി ചോദിച്ചു ചോദ്യം. ഇന്നത്തെ തലമുറ അന്വേഷിക്കുകയാണ് മാതൃക. ഇതെല്ലാം നമ്മൾ മുമ്പിൽ ഉള്ള വിഷയങ്ങളാണ്. ഇതിനൊക്കെ ഉത്തരം കൊടുക്കേണ്ടത് നമ്മളാണ്.
നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ നമുക്കൊരു മാതൃകയാകാൻ കർത്താവിൽ ശരണപ്പെടാം, കർത്താവിൽ ആശ്രയിക്കാം. കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ശക്തീകരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കുട്ടികൾ നേരിടുന്ന, ടീനേജേഴ്സ്, യൂത്ത് ഒക്കെ നേരിടുന്ന ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങാനും അവരെ കർത്താവിന് വേണ്ടി ഒരുക്കിയെടുക്കാനും അവർക്ക് നേരിടുന്ന വെല്ലുവിളികളെയും പരീക്ഷകളെയും അതിജീവിക്കേണ്ടതിന് അവരെ സജ്ജരാക്കാനും പ്രൈസ് ദി ലോർഡ് ദൈവദാസന്മാരായ നമ്മുടെ ശുശ്രൂഷയാൽ കഴിയണം. അതെങ്ങനെ കഴിയും എന്ന് നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിലേക്കും പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കേണ്ടതിനായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കർത്താവാണ് നമ്മളെ ഉപയോഗിക്കുന്നത്, നമ്മൾ തനിയെ ഉപയോഗപ്പെടുകയല്ല, കർത്താവ് നമ്മളെ ഉപയോഗിക്കുക. അതുകൊണ്ട് ഓരോ പ്രശ്നത്തിന്റെയും വേളയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവാണ് വഴി കാണിച്ചു കൊടുക്കുന്നത്. മോശയെ കർത്താവ് നായകനായിട്ട് വിളിച്ചു. പക്ഷെ മോശ തന്റെ ജനത്തെ, ദൈവജനത്തെ നയിച്ചത് മോശയുടെ യുക്തി പ്രകാരമായിരുന്നില്ല, മോശയുടെ ബുദ്ധി പ്രകാരമായിരുന്നില്ല, മോശ മിസ്രൈമിൽ നിന്ന് നേടിയ അറിവിന്റെ വെളിച്ചത്തിലുമായിരുന്നില്ല. ദൈവജനത്തെ നയിക്കുന്നതിന് അതൊന്നും മോശയ്ക്ക് പ്രയോജനപ്പെട്ടില്ല. മോശ അപ്പോൾ ദൈവശബ്ദം കേൾക്കുക, അപ്പോൾ ദൈവശബ്ദം. മിസ്രൈമിലേക്ക് വിടുവിക്കാൻ വേണ്ടി മോശയെ അയച്ചു. മോശയ്ക്ക് അറിയാം ഇത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പുള്ളി അതിൽ നിന്ന് പിന്മാറാനൊക്കെ നോക്കിയില്ല. കർത്താവിനെ അയച്ചു. കർത്താവിന് ഒരു ഉറപ്പ് കൊടുത്തു, ഞാൻ നിന്റെ കൂടെ ഇരിക്കാമെന്ന്. ആ ഉറപ്പിൽ അദ്ദേഹം പോയി. അതുകൊണ്ട് ഫറവോനോട് ചോദിക്കുമ്പോൾ നീ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ പറയണം എന്ന് ദൈവം അവനോട് പറഞ്ഞു. അത് മാത്രം അവൻ ചെയ്തു, അത് മാത്രം അവൻ പറഞ്ഞു. അധികമായി ഒരൊറ്റ പ്രാവശ്യം വായിൽ നിന്ന് പെടവ് സംഭവിച്ചു. നമുക്കെല്ലാം അറിയാം, എന്തായാലും പാറിയെടുത്തു. അതല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോശ ഒരിക്കലും ദൈവം എന്ന് പറഞ്ഞു അത് ചെയ്തു, അത് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞ ഓരോ കാര്യങ്ങളും പറഞ്ഞു, അതനുസരിച്ച് ചെയ്തു. നദി അടിക്കാൻ പറഞ്ഞെടുത്തു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തു. അവസാനം പറഞ്ഞു കടിയൂൽ പിന്നെ ആട്ടുകുട്ടിയെ വേർതിരിക്കാൻ പറഞ്ഞു. വേർതിരിച്ചു. അറക്കാൻ പറഞ്ഞു, അറുത്തു. അതൊക്കെ കർത്താവ് എന്നെ പറഞ്ഞു ഏത് സമയത്ത് എല്ലാം ചെയ്തു. കട്ടിലെ പുറത്താൻ പറഞ്ഞു, പുറത്തി എല്ലാതുപോലെ കർത്താവ് എന്ന് പറഞ്ഞു. അത് അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്തൊന്നും മോശയുടെ എന്തെങ്കിലും ബുദ്ധിയുണ്ടോ, യുക്തിയുണ്ടോ? മിസ്രൈമിൽ പഠിച്ച കാര്യങ്ങളെല്ലാം ഇത് ഉൾപ്പെടുന്നുണ്ടോ? ഈ കട്ടില രക്തം പെടുന്ന കാര്യം ഇതിനുള്ള ഒരുപാട് എന്തിനുണ്ടോ? ഇല്ല. ഈ വണികിടുന്ന ഇതൊന്നും ഇല്ലല്ലോ. പ്രൈസ്. അപ്പൊ ദൈവം പറഞ്ഞത് മാത്രം ചെയ്തു. അവിടെ എല്ലാം വിജയമുണ്ട്. അവസാനം ഫറവോൻ അല്ലെ, ആ ഉരുക്ക് മനുഷ്യന്റെ ഹൃദയം ഉരുകി പൊക്കോളാൻ പറഞ്ഞു. കാല് പിടിച്ച് പറഞ്ഞു, ചോദിച്ചതെല്ലാം കൊടുത്തു, പോയി. പിന്നെയും പുള്ളിയുടെ മനസ്സ് കഠിനപ്പെട്ടു. ചെങ്കടലിൽ വന്ന് കണ്ണും പിടിച്ച് നിൽക്കുക. എന്താ ചെയ്യുക? മുമ്പോട്ടും പോകാൻ പറ്റുന്നില്ല, പുറകോട്ടും പോകാൻ പറ്റുന്നില്ല. അവിടെ ഒന്നും മോശയുടെ അറിവും ഞാൻ ഒന്നും പ്രയോജനപ്പെട്ടില്ല. ദൈവം പറഞ്ഞു വടിഞ്ഞിട്ട, ദൈവം പറഞ്ഞതനുസരിച്ച്. ഇത് തന്നെ നമ്മുടെ വിഷയം. ഈ മുമ്പോട്ട് മരുഭൂമി യാത്രയിലെല്ലാം അങ്ങനെയാണ്. ദൈവം പറഞ്ഞു, മോശ അനുസരിച്ചു. അങ്ങനെയാണ് മോശ അവരെ ആ കനാൻ ദേശം വരെയും അതിന്റെ വക്കത്ത് വരെയും എത്തിച്ചതാണ്. അവിടുന്ന് പിന്നെ അങ്ങോട്ട് യോശുവയാണ്. യോശുവ നേതൃത്വം ഏറ്റെടുത്ത് കഴിയുമ്പോഴത്തേക്കും യോശുവയുടെ കാലിടിക്കാൻ തുടങ്ങി. ഭയപ്പെട്ടു പോയി. മോശ മരിച്ചു കഴിഞ്ഞു. മോശ ഉണ്ടായിരുന്നപ്പോൾ പുള്ളിക്ക് ഭയങ്കര ധൈര്യമൊക്കെ. മോശ മരിച്ചെന്ന് അറിഞ്ഞപ്പോഴേ പുള്ളിയുടെ എല്ലാ ഇടപാടും ഭീരുമായി. അപ്പൊ മോശ അപ്പോൾ കർത്താവ് യോശുവോട് സംസാരിച്ചു. യോശുവയുടെ 1-ാം അധ്യായം യോശുവ പറഞ്ഞാൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞു? ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ യോശുവ ചിന്തിച്ചു, മോശയാണ് ഞാനാണല്ലേ. മോശ കൊട്ടാരത്തിൽ വളർന്ന മനുഷ്യനാണ്.
ഞാനോ അടിമ വീട്ടിൽ അടിമയായി വളർന്നു. അവൻ കൊട്ടാരത്തിൽ ഫറവോന്റെ പുത്രിയായി വളർന്നു, പുത്രനായി വളർന്നു. ഞാൻ അടിമ വീട്ടിൽ അടിമയായി വളർന്നു. സ്കൂളിന്റെ വരാന്ത കാണാതെ അവനോ മിസ്രൈമിലെ സകല ജ്ഞാനവും അഭ്യസിക്കുന്നു. ദൈവത്തിന്റെ ചില പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ നമുക്ക് അതിശയമാണ്. മോശയ്ക്ക് പകരക്കാരനായി ദൈവം എഴുന്നേൽപ്പിച്ച യോശുവ വട്ടപൂജ്യമായി. ഒരു ഹീറോയ്ക്ക് പകരക്കാരനായി ദൈവം എഴുന്നേൽപ്പിച്ചത് വട്ടപൂജ്യമായി. ദൈവം എന്താ നമുക്ക് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്നത്? യോശുവയ്ക്ക് മനസ്സിലാക്കി കൊടുത്തത് എന്താണ്? ഇതൊന്നും മനുഷ്യന്റെ കഴിവിലും മിടുക്കിലും സാമർത്ഥ്യത്തിലുമല്ല, പിതാവിന്റെ സാന്നിധ്യത്താൽ മാത്രമാണ്. അവരുടെ കർത്താവ് പറഞ്ഞ സൈന്യത്താലല്ല, ശക്തിയാലല്ല, പറഞ്ഞ് എൻ്റെ ആത്മാവിനാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെക്കാളും നമ്മുടെ കഴിവിനേക്കാളും നമ്മുടെ ടെക്നിക് നോളജിനേക്കാളും നമുക്ക് നമ്മുടെ സ്കില്ലിനേക്കാളും എല്ലാം അത്യന്താപേക്ഷിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. അവന്റെ സാന്നിധ്യമാണ്, അവന്റെ നടത്തിപ്പാണ്, ദൈവശബ്ദമാണ്. നമ്മൾ അഭിമുഖീകരിക്കുന്ന ഓരോ പ്രശ്നത്തിന് മുമ്പിൽ ദൈവത്തിന് മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് തക്ക ആലോചന നൽകുകയും നമ്മൾ ആ നിർദ്ദേശങ്ങൾ അനുസരിക്കുമ്പോൾ കർത്താവ് വിജയകരമായി നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്താൽ സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. സൈന്യത്താലെയല്ല, ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം ദൈവസഭ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം. മഴ പെയ്യിച്ച പരമപിതാവേ, മഴ നൽകാവേ. ക്രിസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ, മഴ നൽകാവേ. മഴ നൽകേണം, മാലിന്യം മാറേണം, വേല ചെയ്യുവാൻ. മഴ പെയ്യണം, മാലിന്യം മാറേണം, ജനമുണർന്ന് വേല ചെയ്യുവാൻ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അവരുടെ സൈന്യത്താലുള്ള ശക്തിയാണ്. അതുകൊണ്ട് എന്നെ വിളിച്ച ദൈവം നിങ്ങളെ വിളിച്ച ദൈവം, എന്നെ ഏൽപ്പിച്ച സൂക്ഷിച്ച തികയ്ക്കാനുള്ള ശക്തി അവൻ തരും. നിങ്ങളെ ഏൽപ്പിച്ച സൂക്ഷിച്ച തികയ്ക്കാനുള്ള ശക്തി അവൻ തരും. നാം ആരും പരാജയപ്പെടാൻ അവൻ ആഗ്രഹിക്കുന്നു. നമ്മളെ ഏൽപ്പിച്ച ദൗത്യങ്ങളിൽ നാം ജയിക്കും. അവന്റെ കൃപയാൽ ജയിക്കും, തന്റെ ആത്മാവിന്റെ ശക്തിയാൽ നാം ജയിക്കും. അതുകൊണ്ട് അവൻ നമുക്ക് ഓരോ സമയത്തും ആലോചന തരാൻ കഴിവുള്ളവനാണ്. സങ്കീർത്തനകാരൻ പറയുന്നു, അവൻ നിന്നെ മേൽ ദൃഷ്ടി വെച്ച് ഇരമ്യാ പറയുന്നു, പ്രൈസ് ദി ലോർഡ്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്ന് പിൻപിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കും. പ്രൈസ് ദി ലോർഡ്. നിന്നെ അനുധാവനം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നാം അവനെ അനുധാവനം ചെയ്യുമ്പോൾ, നാം അവനെ അനുഗമിക്കുമ്പോൾ നമ്മെ പിൻഗമിക്കുന്ന ഒരു ദൈവം. എന്തിന്? വഴിതെറ്റാതെ കാക്കാൻ, പ്രൊട്ടക്ട് ചെയ്യാൻ, സൂക്ഷിക്കാൻ. ഇസ്രായേൽ ജനത്തെ അങ്ങനെയല്ലേ നയിച്ചത്? മുമ്പിലും പിൻപിലും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മുൻപടയായി പിൻപടയായി നമ്മളെ അവന്റെ സാന്നിധ്യം ചുറ്റിയിരിക്കുന്നവർ നമുക്ക് ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കർത്താവ് നമ്മളെ ജയോത്സവമായി നടത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ടീനേജേഴ്സിന്റെ ഇടയിലേക്ക് കടക്കുമ്പോഴും ഈ യൂത്തിന്റെ ഇടയിലേക്ക് കടക്കുമ്പോഴും ഒക്കെ അവരുടേതായ പ്രശ്നങ്ങളെ കുറിച്ച് നാം ബോധവാന്മാരാകും. ഓക്കെ, ഞാൻ ഈ ആവശ്യം അവിടെ കൂടെ വിടാനായിട്ട് ആഗ്രഹിക്കുന്നു. യൂത്തിലേക്ക് ഞാൻ ആദ്യം കാരണം ടീനേജിന്റെ പല കാര്യങ്ങളും യൂത്തിന്റെയും കൂടെ കാര്യങ്ങളാണ് എന്നതുകൊണ്ട് ഞാൻ ഒത്തിരി അതിലേക്ക് കടക്കുന്നില്ല. പ്രൈസ്. അതിന്റെ കൂടെ നമ്മുടെ ശുശ്രൂഷയിൽ ഇനിയും ശ്രദ്ധിക്കേണ്ട ഏരിയ, ഞാൻ ആദ്യം പറഞ്ഞ കുട്ടികൾ, ടീനേജേഴ്സ്, യൂത്ത്, ഇവരെയൊക്കെ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ
വിവാഹപ്രായത്തിലെത്തിയവരെ നാം ശ്രദ്ധിക്കുക. അവരുടെ വിവാഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഒരു വ്യക്തിയുടെ ഭാവി ആ വിവാഹത്തിലായിരിക്കും. വിവാഹത്തിന് വേണ്ടി ഒരുക്കേണ്ടത്, ബോധവൽക്കരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ നമ്മളൊക്കെ ആ കാര്യത്തിൽ വളരെ പുറകിലാണ് നിൽക്കുന്നത്. ദൈവം ആദാമിന് ഹവ്വയെ ഉണ്ടാക്കി കൊടുത്തത് ആദാമിനെ ബോധവൽക്കരിച്ചതിന് ശേഷം. 32:18 നമ്മൾ വായിക്കുന്നു, മനുഷ്യൻ ഏകനായി ഇരിക്കുന്നത് നല്ലതല്ല എന്ന്. ദൈവം പറയാണ്, ഞാൻ അവൻ എന്ത് ചെയ്യും? തക്കതായ തുണി ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് ഉടനെ ഉണ്ടാക്കി കൊടുത്തോ? ഇല്ല. എന്താ കർത്താവ് ചെയ്തത്? കർത്താവ് അവന്റെ മുമ്പിലേക്ക് ജീവജാലങ്ങളെല്ലാം വായിച്ചു. എന്നിട്ട് അവനിൽ ദൈവം നിഷിദ്ധമാക്കിയിരുന്ന അവനിലെ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അവന്റെ അറിവിന്റെ മണ്ഡലങ്ങളെയൊക്കെ ദൈവം തുറക്കുകയാണ്. എന്നിട്ട് ആ ഓരോ ജീവിക്കും പേരിടാനായിട്ട് ദൈവം പറഞ്ഞു. അദ്ദേഹം എന്തോ പേരോ ഇട്ടോ ആ പേരാണ്. അപ്പോൾ ശരിക്കും ഇടേണ്ട പേരാണ് അദ്ദേഹം ഇട്ടത്, അല്ലേ? ദൈവത്തിന് ഒരിടത്ത് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ആദാമേ, ഈ പ്രാവശ്യം തെറ്റിപ്പോയി, അതല്ല ഇതിൻ്റെ പേര് വരേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോന്നിൻ്റെയും സ്വഭാവം മനസ്സിലാക്കി ഇടേണ്ടതുപോലെ ഇട്ടു. ഇതാണ് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത. ദൈവം നമ്മളെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചെങ്കിൽ ദൈവം ക്രിയേറ്റീവ് ആയിരിക്കുന്നത് പോലെ നമ്മളെയും അവൻ ക്രിയേറ്റീവാക്കി. ദൈവം പ്രവർത്തിക്കുന്നത് പോലെ നമ്മളെയും പ്രവർത്തിക്കാൻ വേണ്ടി റിലീസ് ചെയ്യും. എന്നിട്ട് പറഞ്ഞു, അതാണ് ചെയ്തു തുടങ്ങിക്കോ, പേരിട്ട് തുടങ്ങിക്കോ. കാരണം ഇതിൻ്റെ പേരെല്ലാം നിനക്ക് പാടാനുള്ളതാണ്. അപ്പം പേരിട്ട് ഓരോന്നിനെ നീ അടിമപ്പെടുത്തി നീ നിന്റെ ജോലി തുടങ്ങിക്കോളാം, അല്ലേ? പേര്. പക്ഷെ അവിടെ എഴുതിയിട്ടുണ്ട്, എന്നാൽ ഇതിലൊന്നിലും അവൻ എന്ത് കിട്ടിയില്ല. അപ്പോൾ ഇത് പേരിട്ട് വന്നപ്പോഴത്തേക്ക് ആദാമിന് മനസ്സിലാക്കേണ്ട, ഇതിനെല്ലാം ഈ ജോഡിയാണ്, നിങ്ങളെല്ലാം ജോഡിയാണ്, ഞാൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അപ്പോ ആദാമിന്റെ ഉള്ളിൽ തന്നെ ഒരു അന്വേഷണം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ എന്റെ തുണ എവിടെ ഒരു ചോദ്യം, ഒരന്വേഷണം. അവനെ അതിനുവേണ്ടി ദൈവം പ്രിപ്പയർ ചെയ്യും. നിനക്കൊരു കൂട്ടു വേണം, നിനക്കൊരു കമ്പാനിയൻ വേണം. നിന്നെ അതിനുവേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിന്നെക്കുറിച്ചുള്ള ആ പദ്ധതി നിവർത്തിക്കപ്പെടുവാൻ അത് അത്യാവശ്യമാണ്. അവൻ അതിനെക്കുറിച്ച് ബോധവാനായി കഴിഞ്ഞിട്ട് ദൈവം അവനൊരു ഉറക്കം കൊടുത്തു. അവന്റെ ഭാര്യയിലെടുക്കുന്നു, സ്ത്രീയാക്കുന്നു, കൊണ്ട് ആദാമിന് മുമ്പിൽ നിർത്തുന്നു. ആദാമിനോടൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. പക്ഷെ ആദാം കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കുന്നു, ഇതെന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസം. അതുകൊണ്ട് അവനെ നരനിൽ നിന്നെടുത്തിരിക്കുന്നുണ്ട്. ഇവിടെ പേര് നാരിയല്ല. ഉടനെ ആ കുടുംബ ജീവിതത്തിന്റെ അന്തസത്തായിരിക്കുന്ന ഏറ്റവും മഹത്വപൂർണമായിരിക്കുന്ന ആ ചിന്ത, അടിസ്ഥാന ചിന്ത അവരുടെ ഉള്ളിലേക്ക് എത്തും. ഇവൾ ആരാണ്? ഇവൾ എന്നിൽ നിന്നും എനിക്കായിട്ടുള്ള ഇവൾ എന്റേതാണ്. അവിടെ ഉണ്ടായ ചിന്ത എന്ന് പറഞ്ഞാൽ ഞാനും അവളും ഒന്നാണ്, ഞങ്ങൾ ഒന്നാണ്. ഒരുമയുടെ ചിന്ത. ഒരുമയുടെ ചിന്തയിലാണ് ദൈവം അവരെ കൂട്ടി യോജിപ്പിച്ചത്. എന്നാൽ ഈ ഒരു ചിന്തയാണ് പിശാച് പിന്നെ തകർത്ത് കളയാൻ നോക്കിയത്. പിന്നെ പറയുന്നു, നീ ഉണ്ടാക്കിയ സ്ത്രീ. അവിടെയാണ് പിശാച് തുരങ്കം വെച്ചത്. കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കിയത് അവിടെയാണ്, പാപം കൊണ്ടാണ്. എന്നാൽ വീണ്ടും ജനിച്ചതിനായിരിക്കുന്നു നമ്മളിത് മനസ്സിലാക്കണം. നമ്മുടെ ഭവനങ്ങളിൽ ആ ഒരുമ എത്രത്തോളം നമ്മൾ വീണ്ടെടുക്കുന്നുണ്ട്, അത്രത്തോളം നമ്മൾ അനുഭവിക്കും. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഒരിക്കലും നീ, നിന്റെ വീട്, നിന്റെ ഭർത്താവ്, നിന്റെ അപ്പൻ, നിന്റെ അമ്മ, നിന്റെ മക്കൾ, ഇങ്ങനെയുള്ള സംസാരങ്ങൾ വരാൻ. ഭർത്താക്കന്മാർ സാധാരണ, ഇവിടെയുള്ള ഭർത്താക്കന്മാരല്ല, ഭർത്താക്കന്മാർ സാധാരണ മനസ്സിലാണ്. മോന് നല്ല സ്വഭാവമൊക്കെ ആണെങ്കിൽ അവൻ എന്നെ പോലെയാണ്, അനുസരണം കെട്ടവനാണെങ്കിൽ നിന്റെ കുഴപ്പമാണ്, നീ പഠിപ്പിച്ച കുഴപ്പമാണ്, അല്ലേ? ഹലോ,
നമ്മള് കോട്ടയക്കാരാ. നമ്മുടെ ചിന്തകളിലല്ല, നമ്മുടെ വാക്കുകളിലല്ല, കുടുംബത്തിനകത്ത് ആ ഒരുമ നിലനിൽക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കേട്ടേ വളരാം. അപ്പൊ ഞാൻ പറഞ്ഞത് ബോധവൽക്കരണം. അപ്പൊ നമ്മുടെ മക്കളെ നമ്മളെ ബോധവൽക്കരിക്കണം, സഭ ബോധവൽക്കരിക്കണം. സഭ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. നമ്മുടെ പെന്തക്കോസ്ത് ആരാധനകളിൽ പലപ്പോഴും ഈ ഹല്ലേലൂയ സ്തോത്രം മാത്രമേ ഒരു സങ്കീർത്തനം, ദാവീദിന്റെ കഥയും ഗോലിയാത്തിന്റെ കഥയും. അതുകൊണ്ട് എന്നും കല്ലറിയില്ല, എന്നും ഇതന്നെ കേൾക്കുന്നത്. ഇനി ആരെ അറിയാമോ? ഹലോ. അവിടെ നമ്മുടെ സഭാ ശുശ്രൂഷയിൽ നമ്മൾ വ്യത്യസ്തരാകണമെങ്കിൽ, കർത്താവ് ആഗ്രഹിക്കുന്നവരാകണമെങ്കിൽ അവരെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ കഴിയണം. വിവാഹത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. പ്രീമാരിക്കും കൗൺസിലിംഗ് അവർക്ക് കൊടുക്കണം. വിവാഹ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കണം. എന്തിനാണ് വിവാഹം കർത്താവ് വിഭാവന ചെയ്തതെന്ന് മനസ്സിലാക്കണം. അതിലൂടെ ദൈവം എന്താണ് ആഗ്രഹിച്ചതെന്ന് മനസ്സിലാക്കണം. കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ തലമുറകളെ നമ്മൾ അതിനുവേണ്ടി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന മേഖലകളാണ് നമ്മുടെ കുടുംബങ്ങൾ, അവരുടെ കുടുംബജീവിതം മാതൃകയുള്ളതാക്കാൻ നോക്കണം. നമ്മുടെ മാതാപിതാക്കൾ മക്കളെ സംബന്ധിച്ച പേരന്റിങ്, അതിനെക്കുറിച്ചൊരു എഡ്യൂക്കേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ വയസ്സായ മാതാപിതാക്കളെ കെയർ ചെയ്യുന്ന കാര്യത്തിനകത്ത് പരിശീലനം. പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ പലപ്പോഴും തടയപ്പെടുന്നു, അല്ലേ? അവർക്ക് ആരാധന ഇല്ലാതെ പോകുന്നു, കൂട്ടായ്മ ഇല്ലാതെ പോകുന്നു. ഒരിക്കലും ഒരു പിതാവ് തൻ്റെ സങ്കടം പറഞ്ഞത് വളരെ പ്രായമുണ്ട്. കാരണം പുള്ളിക്ക് അദ്ദേഹത്തിന് ആരാധനയ്ക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷെ അദ്ദേഹം ഇങ്ങനെ കിടന്ന് എൻ്റെ മുമ്പിൽ കരയുവായിരുന്നു. അദ്ദേഹം പറയുവാണ്, ഞാൻ ഒരു സഹായവും പോലും മുടക്കത്തില്ലെന്ന് ദൈവസേന തീരുമാനിച്ചതാണ്. പക്ഷെ എനിക്ക് ഇത്ര നാളായിട്ട് ആരാധനയാണ് കുറ്റബോധം ഭരിക്കുന്നതാണ്. എന്നിട്ട് എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചതും എന്നെ ദുഃഖിപ്പിച്ചതുമായ വാർത്ത, കാരണം അദ്ദേഹത്തെ എനിക്ക് ചെറുപ്പം മുതൽ അറിയാം, വളരെ ആത്മീയമായി, വളരെ ദൈവതയോടെയാണ്. അപ്പം ഇങ്ങനെ ആരാധനയ്ക്കൊന്നും പോകാൻ പറ്റാതെ വന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞതാണ്, ഞാൻ സ്വർഗത്തിൽ ഉണ്ടാവുമെന്ന് എനിക്കിപ്പോൾ സംശയമാണ്. അതെന്നെ ശരിക്കും വേദന. ആരാധനയ്ക്ക് പോയില്ലെന്നുള്ളതല്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ കോൺഫിഡൻസ് എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ച് പ്രായമാകുമ്പോൾ കോൺഫിഡൻസ് കുറയും, എല്ലാ നിലയിലും കോൺഫിഡൻസ് കുറയും. ആ കാര്യം നമുക്കറിയാം. അപ്പോൾ വിശ്വാസത്തിൽ, അപ്പോൾ ഞാൻ പാസ്റ്റർ ഇങ്ങനെ പറയുന്നുണ്ടായി, പക്ഷേ നമുക്ക് അങ്ങനെ വരാൻ പറ്റത്തില്ലാത്ത പേരൻസിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയി രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ അവിടെ ചെന്ന് കർത്തൃമേഷം നടത്തണം. അല്ലെങ്കിൽ അവർക്ക് പ്രൈസിനോട് കുറ്റബോധം കിടക്കാൻ പാടില്ല. ഇതൊക്കെ ഈ പ്രായമായ സമയത്ത് അവർക്ക് പറഞ്ഞു കൊടുത്താൽ എല്ലാം ഒന്നും മനസ്സിലാകത്തില്ല. അതിനൊരു പരിഹാരം അവരെടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുക, അവിടെ പോയി കർത്തൃമേഷം നടത്തുക, കൂട്ടായ്മ നടത്തുക. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ ഓൾഡ് ആയിട്ടുള്ള പേരൻസിനെ നമുക്ക് സംരക്ഷിക്കും. ഇതെല്ലാം നമ്മുടെ ഈ പാസ്റ്റർ മിനിസ്ട്രി വരുന്നതാണ്. ഇവരെയൊക്കെ കൗൺസിൽ ചെയ്യുന്നതും ഇവരെല്ലാം കൂട്ടിക്കൊണ്ട് തള്ള ആളുകളെ പതിയെ നടത്തുമാറാക്കുന്ന ഇടയനെ പോലെ എല്ലാവരെയും കരുതി ഏതുവിധേനയും എല്ലാവരെയും ക്രിസ്തുവിന്റെ വരവിനായി ഒരുക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിർമ്മല കന്യകയായി അവരെ കൊണ്ടുപോയി പ്രസന്റ് ചെയ്യുവാൻ തക്കണം. നമ്മുടെ ശുശ്രൂഷയിൽ നമുക്കിടയാകണം. അതിന് സ്വർഗ്ഗസ്ഥനായ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവർക്കും കർത്താവിന്റെ സന്നിധിയിൽ ഒരു നിമിഷം നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിനോട് പറയാപ്പ, എൻ്റെ ഈ ശുശ്രൂഷയിലെ സഭാപരിപാലനത്തിൽ കർത്താവ് ഞാൻ ശ്രദ്ധിക്കേണ്ടുന്ന എല്ലാ മേഖലകളിലും എനിക്ക് ശ്രദ്ധിക്കാൻ, നിനക്ക് ഹിതമാമന്ന ഈ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗപിതാവേ, ഇന്ന് അങ്ങയുടെ വിലപ്പെട്ട ദാസന്മാരോട് ദാസിമാരോട് ചേർന്ന് ഈ നല്ല കൂട്ടായ്മ തന്നതിനായി സ്തോത്രം. കർത്താവെ, അടിയന് സൗഭാഗ്യം തന്നു ഈ കൂട്ടായ്മയിൽ വരാൻ. കർത്താവെ, നിന്റെ മക്കളെ കാണാൻ അല്പസമയം ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ ആയിരിക്കാൻ ഒക്കെ അവസരം തന്നു. ഞങ്ങൾ ഒരുമിച്ച് ചിന്തിച്ച ഈ ആത്മീയ ചിന്തകൾ, നിന്റെ വചനത്തിൻ്റെ ചിന്തകൾ
ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ക്രിയ ചെയ്യണമേ. ഞങ്ങളെല്ലാവരും തിരുസന്നിധിയിൽ വിശ്വസ്തരായി ഞങ്ങളെ ഫലമേൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കണം, വിജയികളായി തികയ്ക്കണം. ഞങ്ങളെല്ലാവരെയും സഹായിക്കണം, ആസ്വദിക്കണം. കർത്താവ്, പ്രാർത്ഥന കേട്ടതിന് നന്ദി അപ്പ. ഈ സഭയ്ക്കായിട്ട് ദൈവദാസനെ കുടുംബത്തെ ഓർത്ത് നന്ദി. ഈ പ്രദേശത്ത് നടക്കുന്ന ദൈവിക പ്രവർത്തനങ്ങൾക്കായിട്ട് നന്ദി. നിന്റെ ദാസൻ നോർത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കായിട്ട് നന്ദി. ഇവിടെയുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ പലരും കർത്താവെ നോർത്ത് ഇന്ത്യയിലും ഹിന്ദിക്കാരുടെ ഇടയിലും ഒക്കെ പ്രവർത്തിക്കുന്ന അങ്ങയുടെ മക്കൾക്കായിട്ട് നന്ദി. ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന വ്യത്യസ്തമായ ദർശനങ്ങൾക്ക് നന്ദി. വലിയ വലിയ ദർശനങ്ങൾക്കായിട്ട് നന്ദി. നിനക്ക് വേണ്ടി ഓടുന്ന നിന്റെ ദാസന്മാർക്കായിട്ട് നന്ദി. അവരുടെ ഉള്ളിൽ കൊടുത്ത ആ വലിയ സീൽ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവരെയും ബലപ്പെടുത്തണം കർത്താവെ, എല്ലാവരെയും ശക്തീകരിക്കും, ഞങ്ങളെ അനുഗ്രഹിക്കും. പ്രാർത്ഥന കൊണ്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.